ഹായ് ഹലോ നമസ്കാരം. അന്യൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടാണ് ഞാൻ ഫുൾ ടിപ്പ് ടോപ്പായി മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ടാ ഉള്ളത്. ഞാൻ എവിടത്തേക്കാ പോകാൻ പോവാന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഞാൻ എവിടത്തേക്കാ പോന്നേന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടത്തേക്കാ പോന്നേന്ന് ഞാൻ പറയാം. അതിന്റെ മുമ്പേ എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ്? കൊള്ളാവോ? ഒരു ഫുൾ ലുക്ക് തരണമെന്നുണ്ട്. ഞാനിപ്പോ തൽക്കാലം എന്റെ ക്യാമറയെ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോന്റെ ഒരു മിഡിലായിട്ട് ഞാൻ എന്റെ ഫുൾ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം പോകാം. എവിടത്തേക്കാന്നല്ലേ അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഞാൻ എവിടെയാ പോകുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ? ഇപ്പൊ ദൂരെ കാണുന്ന ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ലെഫ്റ്റ് സൈഡിലായിട്ട്? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ലെഫ്റ്റിലാട്ടോ ഈ കാണുന്ന ബിൽഡിംഗ് അതെൻ്റെ ഹസ്ബൻഡ് ഓഫീസാട്ടോ. ഇന്ന് അവിടെ ഫാമിലി ഡേ നടക്കുകയാണ്. അപ്പോൾ ഫാമിലി ഡേ ഇയർലി വൺസ് നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതായത് എല്ലാ എംപ്ലോയീസിൻ്റെ ഫാമിലീസിനെ നമ്മൾ ഓഫീസിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ കുറച്ച് ഗെയിംസും ഫൺ ആക്ടിവിറ്റീസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഓഫീസിൻ്റെ അകത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വെൽക്കം ഒക്കെ കഴിഞ്ഞു. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. ആദ്യം തന്നെ കുട്ടികൾക്ക് തന്നെ ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള ഗെയിംസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫൺ ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് നമ്മൾ ആ ഒരു ഗെയിം സെൻറ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഗെയിം എന്നല്ല നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് തന്നെയാണ് ഗെയിം. അതായത് നമുക്ക് റൈഡ് പോയിട്ട് വരാം. കുതിരപ്പുറത്ത് വേണമെങ്കിൽ കുതിരപ്പുറത്തും പോവാം, അല്ലാണ്ട് സീറ്റിലിരുന്നിട്ടും കളിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം എൻ്റെ മോൻ ഒരു റൈഡ് പോയിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് കയറാം അതിൻ്റെ അകത്തേക്ക്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടിൽ ഇതാ നമ്മളെല്ലാവരും കയറി സെറ്റിൽ ആയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. അതിൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും ചെറിയ മോനും കയറിയിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ഒരുമിച്ച് സീറ്റിലിരുന്നിട്ടാണ് ഉള്ളത്. ആൾറെഡി എനിക്ക് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെളിങ്ങനെയൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം എനിക്ക് തലയിട്ടലിൽ വന്നു പോയതുകൊണ്ട് ഞാൻ പതിന്ന് ക്യാമറ കട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ റൈഡിന് ശേഷം എന്താണെന്നുള്ളതല്ല, അത് ഈ റൈഡിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ റൈഡിന് ശേഷം നമ്മളെല്ലാവരും ഓഫീസ് ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് ഫുൾ കറക്കം തുടങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി വെളിങ്ങനെയൊന്നും എനിക്ക് ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് റെസ്ട്രിക്ഷൻ ആയിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ട ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. മേലേക്കൊന്നും പോകാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം, അതായത് ഗ്രൗണ്ടിൽ മാത്രമേ നമ്മളിങ്ങനെ കറങ്ങാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറേ സെൽഫി സ്റ്റിക്കായിട്ടുള്ള ഇതുണ്ടായിരുന്നു. അതായത് സെൽഫി എടുത്തിട്ടുള്ള റൗണ്ടിങ് ഇല്ലേ, ഞാൻ കാണിച്ചു തരാം. അതുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ കുറേ ഉണ്ടായിരുന്നു, ഇൻഷുറൻസിൻ്റെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ എന്തെല്ലോ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഗെയിം സെക്ഷൻസിലാണ്. കാരണം കുട്ടികളുള്ളതുകൊണ്ട് ഗെയിംസ് ആയിരുന്നു നമ്മൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായത്. അതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, കുട്ടികളെ ആക്കിയിട്ടുള്ള കുറച്ച് ഗെയിംസിൻ്റെ ഇതും കൂടി ക്ലിപ്പിങ്സും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഓഫീസ് വ്യൂവും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ സെൽഫി സ്റ്റിക്കിൻ്റെ റൗണ്ടിങ്ങിൻ്റെ ഇതിൻ്റെ നമ്മളെ വ്യൂവും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവരെ ബിൽഡിങ്ങിന് ബട്ടർഫ്ലൈ ബിൽഡിംഗ് എന്നാണ് കേട്ടോ പറയുക. ഒരു ബട്ടർഫ്ലൈ എന്താ പറയുക, ചിറക് വിരിച്ച് നിൽക്കുന്ന ഒരു ലുക്കാന്നാണ് പറയുക ഇവരുടെ ബിൽഡിങ്ങിന്. എനിക്കും തോന്നിയിട്ടുണ്ട് ഒരുപാട് വട്ടം അതിലൂടെ പാസ് ചെയ്യുമ്പോൾ. എപ്പോഴും എന്താ പറയുക, അതിൻ്റെ മുമ്പിലൂടെ പാസ് ചെയ്യുന്നതല്ലാണ്ട് ഫസ്റ്റ് ടൈം എന്ന് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ വാക്സിനായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓഫീസ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പ്ലോറിങ് ഒരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം കേട്ടോ ഓഫീസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ഓഫീസ്. ഫുൾ ഡെക്കറേഷനും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് ഒരു അനൗൺസ്മെൻറ്റും കേട്ടു. അതുകൊണ്ട് ഫുൾ എക്സൈറ്റഡ് ആണ് ആരാ ഇന്നത്തെ ഗസ്റ്റ് എന്ന്.
ഒരു കുക്ക് വിത്ത് കോമാളി ഗസ്റ്റാന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ കുക്ക് വിത്ത് കോമാളി ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടി വി ഷോ ആട്ടോ അത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എന്താ പറയുക ഈഗർലി ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അത് ആരാന്ന് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ നടുക്ക് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ നടുക്ക് എന്താ പറയുക പാട്ട് വെച്ചിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു ഒരു സൈഡിൽ നിന്ന്. അതൊക്കെ ഒരു ചെറിയ ഞാൻ എടുത്ത എന്താ പറയുക ഫോണിലുള്ള ക്ലിപ്പിങ്സ് മാത്രമാണ് ആഡ് ചെയ്തത്. കുറേ ക്ലിപ്പിങ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ആ ഒരു മൂമെൻറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ നടുവിൽ എനിക്ക് കുറേ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എടുത്തതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫാമിലി ഡേയിൽ മാത്രമാണ് കേട്ടോ ഇവർക്ക് ഇവരെ ഫാമിലി മെമ്പേഴ്സിനെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അത് അച്ഛനമ്മേനെ ആകാം, അല്ലെങ്കിൽ വൈഫിനെ ആകാം, സിസ്റ്ററെ ആകാം, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സിനെ ആകാം, കുട്ടികളെ ആകാം, അങ്ങനെ ആരാ വേണമെങ്കിലും കൊണ്ടുവരാമെന്നാണ് കേട്ടോ ഈ ഒരു ഫാമിലി ഡേ. അത് 2 മെമ്പേഴ്സോ 3 മെമ്പേഴ്സിനോ പാടുള്ളൂ എന്ന് എന്തോ ഒരു റൂളുണ്ട്. അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമ്മളിതാ ഓഫീസ് എക്സ്പ്ലോർ ചെയ്തിട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ആ വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. ഞാനുമായിട്ട് ആശ നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇത്. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ടവർ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? കുറേ തമിഴിലും മലയാളം മൂവീസിലൊക്കെ ഉണ്ട് ഈ ഒരു ടവർ. ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഒരു പ്ലേസ് ആണ്. ഈ ഒരു ടവറിന് സിഗ്നേച്ചർ ടവർ എന്നാണ് കേട്ടോ പേര്. നിങ്ങൾ കുറേ മൂവീസിലും എന്താ പറയുക ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് ഓഫീസിലാണ് ഉള്ളതെന്ന്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. ഞാൻ എന്തായാലും പേര് പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവോ കമൻറ്റിൽ കറക്റ്റ് ആൻസർ ആരാ പറയുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് നടന്നു എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സസൈസ് തന്നെയായിരുന്നു കേട്ടോ. എത്ര ദൂരമാണ് നടന്നത്. ഇവർ അതിൻ്റെ നടുക്ക് ഇവരെ മറ്റേ എന്താ പറയുക ഷട്ടിൽ കോട്ട് കാണിച്ചു തരാം, ജിമ്മ് കാണിച്ചു തരാം, സ്വിമ്മിങ് ഏരിയ കാണിച്ചു തരാം, അത് കാണിച്ചു തരാം, ഇത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ നടത്തായിരുന്നു. ഇവർ ഓഫീസിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടവറായിരുന്നു. ഒടുക്കത്തെ ലുക്കായിരുന്നു കേട്ടോ. ഓഫീസിൻ്റെ ആ സ്ട്രക്ചറും ഇതിനെക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ടവറാണ്. മെയിൻലി നമ്മൾ ഫിലിംസിലെല്ലാം കാണുന്നതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക ഇഷ്ടം തോന്നില്ല. ഇത് ഈ ഓഫീസിലിരുന്നല്ലേ, ഇവിടെയല്ലേ ആ ഷൂട്ട് നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇഷ്ടം എനിക്ക് ആ ഒരു ടവറിനോട് പ്രത്യേകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ നടുക്ക് അവിടെ സ്റ്റേജിൽ കുറച്ച് സമയം മാജിക് ഷോ കാണാമെന്ന് വെച്ചിട്ട് നമ്മൾ പോയിരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം നമ്മൾ മാജിക് ഷോ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് അവിടുത്തെ പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ മെല്ലനെ നടന്നു ഗെയിം ഏരിയയിലേക്ക്. കാരണം നമ്മളെ കുട്ടീസിനൊക്കെ പ്രധാനമായിട്ട് കളിക്കാനാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഗെയിം സെക്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് മെല്ലനെ ഇറങ്ങി. അതുപോലെ അവിടെ കുറേ ഫുഡ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചാറ്റ്സും പിന്നെ നമ്മൾ പൊട്ടറ്റോൻ്റെ ഒക്കെ ആയിട്ട് എന്തൊക്കെയോ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തൊക്കെയോ നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. അവസാനം നമ്മളിതാ ഗെയിം സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. കുട്ടികൾ ഓരോ ഐറ്റംസിലായിട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോന്നായിട്ട് ഞാൻ. കൂടെ തന്നെ അവിടെ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ. അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും ഷേക്ക് ഹാൻഡ് കൊടുക്കാനും ഒക്കെ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോന്നിലായിട്ട് കയറി തുടങ്ങിയിട്ട് എൻജോയ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മിക്കി മൗസിനെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഇവിടെ ഒരാൾ മിക്കി മൗസിനെ വല്ലാണ്ട് സ്നേഹിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ.
ഇതിലൊക്കെ കുട്ടി കുട്ടി ജോക്കേഴ്സും ക്ലൗൺസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചോട്ടൂസ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയായിരുന്നു, കുറച്ച് പേടിച്ചിട്ടൊക്കെ. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഗെയിംസ് മാത്രമല്ല കേട്ടോ, ഇതേപോലെ ക്ലേ പോട്ട് മേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദിയ, പോട്ട്, അങ്ങനെ കുറേ ക്ലേനെ കൊണ്ട് ആക്കുന്ന സാധനങ്ങളും ആക്കുന്നും ഉണ്ടായിരുന്നു, കുട്ടികളെ കൊണ്ട് ആക്കിക്കുന്നും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയാൾക്കും ആക്കാൻ പറ്റും അത് അവിടുന്ന്. അതുപോലെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എന്താണെന്നല്ലേ, ഇതൊന്നും പെയ്ഡ് ആയിട്ടുള്ള ഗെയിംസോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ അല്ല കേട്ടോ. ഒക്കെ ഫ്രീ ആണ്. ഫാമിലി ഡേ ആയതുകൊണ്ട് ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആക്ടിവിറ്റീസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഒരു ഗെയിംസും ഒരു എന്താ പറയുക ആക്ടിവിറ്റീസും പെയ്ഡ് അല്ല കേട്ടോ. ഫ്രീ ആയിട്ട് കളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും. അതിൻ്റെ അകത്ത് ആകെ പെയ്ഡ് ആയിട്ടുള്ളത് ഫുഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൗണ്ടേഴ്സ് വൈസിലുള്ളതാണ് പെയ്ഡ് ആയിട്ട് ഉണ്ടായത്. ഇതിനിടയ്ക്ക് നമ്മളൊരു കരിമ്പ് ജ്യൂസ് ബ്രേക്ക് എടുത്തു കേട്ടോ. ഗെയിംസൊക്കെ കളിച്ച് കുറച്ച് ടയേർഡായിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ അവിടെ ലോണിൽ കുറച്ച് സമയം ഇരുന്നു കേട്ടോ. ഭയങ്കരമായി ടയേർഡായി, കാരണം അത്രയ്ക്ക് നടക്കാനുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഇതാ നമ്മൾ നടത്തം തുടങ്ങുകയാണ്. നമ്മൾ എവിടത്തേക്കാണ് പോകുന്നതെന്നല്ലേ ഞാൻ വഴിയെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അപ്പം നമ്മൾ ഓഫീസിലുള്ള റൗണ്ടിങ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളുടെ പ്ലേ ഏരിയയിലുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ ക്ലബ് ഹൗസ് കാണാൻ പോവുകയാണ്. ഈ കാണുന്നതാണെന്നാ പറയുന്നത്, അറിയില്ല, നോക്കിയിട്ട് ഏതാ ജിമ്മ്, ജിമ്മൊക്കെ കാണിച്ചു തരാൻ എന്നിട്ട് കൂട്ടിയിട്ട് പോവാന്ന്. ഇത്രയും ദിവസം നല്ല തണുപ്പായിരുന്നു, ഇന്ന് നല്ല പൊരിഞ്ഞ വെയിലുമാണ്. എന്താണെന്നറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവർ ഈ ടവർ ഇതാണ്. നമുക്ക് ബാക്കി കണ്ടിട്ട് വരാം. ഇത്രയും ദിവസം നല്ല തണുപ്പും വെയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയോണ്ടാണെന്നൊന്നും അറിയില്ല, നല്ല വെയിലും ഉണ്ട്, നടക്കുകയും വേണമായിരുന്നു. അതും കുറേ ഈ വെയിലത്ത് തന്നെയാണ് നടക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് അവരെ ഇൻഡോർ ഷട്ടിൽ കോർട്ടും ക്രിക്കറ്റ് കോർട്ടും പിന്നെ എന്തൊക്കെയോ കോർട്ടായി അവിടെ ഉണ്ട് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പം. അതൊക്കെ കാണിച്ചു തന്നതിന് ശേഷം ഉള്ളിൽ പോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഇത്രയും ദൂരം നടത്തിച്ചു കൊണ്ടുതന്നെ. പക്ഷെ അവിടെ എത്തിയാലും അത് ലോക്ക്ഡ് ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, നമ്മളെ ഭാഗ്യമാണോ അതിൻ്റെ ഭാഗ്യമാണോ എന്നറിയാത്തതുകൊണ്ട് ലോക്ക്ഡ് ആയതുകൊണ്ട് നമ്മളിതാ ഈ നടന്ന ദൂരം മൊത്തം തിരിച്ചു പോകണം ഇനി അപ്പുറത്തെ സൈഡിലേക്ക്. അപ്പോൾ ഇതാ അത് കണ്ടതിന് ശേഷം ഇതാ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ലൂഡോവും ചെസ്സും അതിൻ്റെ കൂടെ കുറച്ച് ഷോപ്പിംഗ് എന്താ പറയുക ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അവിടെയൊക്കെ ഒന്ന് നടന്ന് അതിന് ശേഷം റിട്ടേൺ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം നടക്കുന്നതിൻ്റെ നടുവിൽ എനിക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് പറഞ്ഞു തരാമെന്ന്, അതവിടെയാണ്, ഇതിവിടെയാണ്, ഇവിടെയാണ് VIP വന്ന് സ്റ്റേ ചെയ്യുന്നത്, അവിടെയാണ് മറ്റേത്, അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് പറയാണ്. അതിൻ്റെ കൂടെ ഇവരെ ബിൽഡിങ് നമുക്ക് കാണിച്ചു തന്നു. അതിൻ്റെ അകത്ത് 5th ഫ്ലോറിലാണ് ഇവർ ഓഫീസ് വരുന്നത്. അതൊക്കെ കാണിച്ചു തന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
എല്ലാവരും നന്നായി നടന്നുകൊണ്ടും കളിച്ചതുകൊണ്ട് കുട്ടികളും എല്ലാവരും നല്ലതുപോലെ ടയേർഡ് ആയതുകൊണ്ട് നെക്സ്റ്റ് ലക്ഷ്യം ഫുഡ് കഴിക്കലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ വെളിങ്ങനെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ക്ലിപ്പിംഗ്സാണ് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ടയേർഡായിട്ട് ഇരിക്കുന്നതാണ് ഈ കാണിച്ചു തരുന്നത്. ഞാൻ തന്നെയാണ് മെയിനായിട്ട് ടയേർഡായത്. ഒന്നാമത് നടന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ടയേർഡായിട്ട് ഇരിക്കുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഒരു VIP ഗസ്റ്റ് വരുന്നുണ്ട്, ഒരു ആക്ടർ വരുന്നുണ്ട് എന്നൊക്കെ. അതായത് കുക്ക് വിത്ത് കോമാളി ഫ്രെയിമാണ് വരുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിനെ കാണാൻ ആ ആളെ കാണാൻ വേണ്ടിയിട്ട് ബാക്ക് സ്റ്റേജിൻ്റെ അവിടത്തേക്ക് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പേ നമുക്ക് എന്താ പറയുക, സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് സംഗീതയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്ക് ബിനുവിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ ഇതാ കറക്റ്റായിട്ട് ആരോ സെൻട്രൽ തന്നെ അടിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് അതിൻ്റെ നടുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ഇങ്ങനത്തെ ചാലഞ്ചേഴ്സ് ഗെയിംസിൽ വിൻ ചെയ്താൽ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അതിനുശേഷം എൻ്റെ സൂപ്പർ ഹീറോ ഒരു ട്രൈ നോക്കിയായിരുന്നു കേട്ടോ. ഫൈനലി ബാക്ക് സ്റ്റേജിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് എല്ലാവരും ക്രൗഡായിട്ട് നിന്ന് ഡാൻസും പാട്ടും ഒന്നും പറയണ്ട. ഈ സ്റ്റേജിലേക്കാണ് ആ കുക്ക് വിത്ത് കോമാളി ഫ്രെയിമും കൂടി വരാൻ പോകുന്നത്. അതിനു മുന്നേ തന്നെ അവിടെ പാട്ട് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഓഡിയൻസും സ്റ്റേജിൽ നിന്നും പുറത്താണെങ്കിലും ഒക്കെ ഡാൻസ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ആ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലോട്ട് പേപ്പർ ബ്ലാസ്റ്റ് ചെയ്തത് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ടായിരുന്നു പിള്ളേരുടെ കളി മൊത്തത്തിലുണ്ടായത്. സത്യം പറഞ്ഞാൽ ഫുൾ അത് താഴെയുള്ളതൊക്കെ പെറുക്കിയിട്ട് എല്ലാവരും മീത്തും ഇട്ട് കൊടുക്കുകയും ആക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു രസവും കൂടിയായിരുന്നു കേട്ടോ ആ ഒരു ടൈം. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ബാക്ക് സ്റ്റേജിൽ നിന്നും എന്താ പറയുക സ്റ്റേജിൻ്റെ ബാക്കിലോട്ടും നമ്മളും ഒക്കെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്ലിപ്പിങ്സ് അതിൻ്റെയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുക ഓഫീസിൽ നിന്ന് മൊത്തം റൗണ്ടിങ്ങും എക്സ്പ്ലോറിങ്ങിനെക്കാട്ടിയും എല്ലാവരും എൻജോയ് ചെയ്തത് ഈ സ്റ്റേജിലുള്ള ഈ കുത്ത് സോങ്ങിനുള്ള ഡാൻസ് ആയിരുന്നു. നല്ല അടിപൊളി ഡപ്പാങ്കുത്ത് തന്നെയായിരുന്നു എല്ലാവരും കളിക്കുന്നുണ്ടായത്. എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചിട്ടായിരുന്നു ഉണ്ടായത്. എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഡാൻസ് സെക്ഷനിൽ സ്റ്റാർ ഓഫ് ദ ഡാൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ മിഡിൽ നിൽക്കുന്ന ഒരു ആൻറ്റി ഉണ്ട്, ആ ഓറഞ്ച് ആൻഡ് ഗ്രീൻ സാരിയുള്ള ആൻറ്റി. വേറെ ലെവൽ വൈബിങ് ആയിരുന്നു കേട്ടോ. വൈബിങ് എന്ന് മാത്രമല്ല എന്തൊരു ഡാൻസ് ആയിരുന്നു ആൻറ്റി. കറക്റ്റ്
സെറ്റായിരുന്നു എല്ലാവരും കൂടി. ഇന്ന ഗ്യാങ് എന്നില്ലാണ്ട് ഓരോ എന്താ പറയുക സെക്ഷനിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. മിഡിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ സെൻറ്ററിൽ പോയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു, ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു, ബാക്കിൽ നിന്ന് അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരോടെ പോയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വൈബ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ നടുക്ക് അവിടെ സൈഡിൽ തന്നെ, അതായത് നമ്മളെ സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ അവിടെ ഒരു ഫൗണ്ടൻ പോലെ ഒരു എന്താ പറയുക റിവേഴ്സ് സ്റ്റൈലിൽ ഫൗണ്ടൻ സ്റ്റൈലിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ക്ലിപ്പിങ്സ് അതിൻ്റെയും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു ഫൗണ്ടൻ തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഒരു സൺസെറ്റ് ടൈമൊക്കെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ആ ഓഫീസും ഫൗണ്ടനും ഒക്കെ ചേർന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. சவுக்கு மரத்து அடியிலே சன்னிலியோன் மடியிலே வெத்தலன்னா பாக்கு தங்கதுரனா ஜோக்கு. അപ്പോൾ ആരാളെന്ന് മനസ്സിലായല്ലോ, കുക്ക് വിത്ത് കോമാളിയിലെ ആ ഒരു ഗസ്റ്റ്. அண்ணா நான் உங்களை சேனல்ல பார்த்துருக்கேன், அடிக்கடிக்கு சேனல்ல பார்த்துருக்கேண்ணா. டேய் எந்த சேனலா பார்த்தேன்ன? டிஸ்கவரி சேனல்ல பார்த்தேன்ட்டான். ஆனா ஒருத்தன் தெளிவா சொன்னான், அண்ணா நான் உங்களை சத்தியமா டிவியில பார்த்தேன்னா. எந்த டிவின்னு? சிசிடிவின்னு தான். சிசிடிவியில் பார்க்குற மாதிரி இருக்கும் நம்ம. ஓகே, அந்த மாதிரி இருக்கும். சில பேர் அப்படி இருப்பாங்க முன்ன பின்ன. பட் இருந்தாலும் வந்து ரொம்ப எல்லாரும் ஒரு ஃபேமிலியாக வந்திருக்கீங்க, ரொம்ப சந்தோஷமாக இருக்குது. நிறைய பெண்கள், ஆண்கள்லாம் ஒரு சவுண்டு கொடுங்க பார்க்கலாம். லேடிஸ்லாம் ஒரு கற்றுக்க பார்க்கலாம். ஃபயராக இருக்காங்கப்பா லேடிஸு. அடா 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 அடா. ஆண்கள் கொஞ்சம் வயிறாக இருக்காங்க, லேடிஸ் கொஞ்சம் ஃபயராக இருக்காங்க. சூப்பரா? அடா அடா, வாயா 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 வாயா. ஏன்னா இன்னைக்கு எல்லார் கையிலுமே செல் இருக்கு. ஏன்னா பல்லு இல்லாமல் கூட இருப்பாங்க, ஆனால் செல் இல்லாமல் யாருமே இருக்க மாட்டாங்க. ஒய்ஃப் இல்லாமல் கூட இருப்பாங்க, ஆனால் ஒய்ஃபை இல்லாமல் இருக்க மாட்டாங்க. உண்மை. அங்கே பார்த்தியா ஒய்ஃபை விட்டு வந்து கை தட்டிட்டு இருக்கா? யாருங்க அந்த மனுஷன்? ஆண்ட்ராய்டு போடாமல் கூட இருப்பாங்க அந்த ஆளு, ஆனால் ஆண்ட்ராய்டு போன் இல்லாமல் இருக்க மாட்டாங்க. பொண்டாட்டி பிள்ளைங்க கூட டச்சில் இருக்க மாட்டாங்க, ஆனால் ஃபோனில் எப்பயுமே டச்சில் தான் இருப்பாங்க. அந்த மாதிரி மனுஷங்க அங்கே பாருங்க, கை தட்டுறா பாருங்க. அடா அடா, நல்லவங்க அந்த ஆளு. உண்மையை ஒத்துக்கிறாங்க. ஏன்னா இன்னைக்கு வந்து எங்கே பார்த்தாலும் ஃபோனு தான். நடக்கும்போது ஃபோனு, தூங்கும்போது ஃபோனு, படுக்கும்போது ஃபோனு. சில பேர்லாம் பாத்ரூம் கூட ஃபோன் தான் போகிறான். ஹலோ, பாத்ரூமில் போய் யார் நீ? அது டேய் நீ தானே அது? டேய் அவன் கையை தூக்கு, 4 பேர் சேர்ந்து அவன் கையை தூக்குறாங்க, இவன் தான் சார் அப்படின்ட்டு. இன்னும் சில பொண்ணுங்களாம் தூங்கிட்டு இருக்கும்போது போன்னு பெட்டுக்குள்ள, ஹலோ என்ன பண்ற, சாப்பிட்டியா, என்ன குழம்பு, எல்லா டீட்டெயிலையும் அஸ்கி வயசுல கேட்குறது பெட்டுக்கு அடியில். அந்த மாதிரி சில பேர் ஒருத்தர் அப்படிதான், ஒருத்தர் போன் எப்பயுமே கையில் போன் வச்சுட்டு நடந்துக்கிட்டே பேசுவார். எல்லாரும் உட்காந்துட்டு பேசுவார், ஒருத்தர் நடந்துக்கிட்டே பேசுவார். ஏங்க நடந்துக்கிட்டே பேசுறீங்கன்னா, எனக்கு செல்வாக்கு அதிகம் இந்த ஏரியாலன்றாரு. செல்வாக்கா அந்த மாதிரி இருக்கும். ஒருத்தரும் ஒரு கேரக்டர் ஒரு விதமாக இருப்பாங்க. சில பேர்லாம் ஃபோன் பேசுறதை பார்த்துருக்கீங்களா? ரொம்ப டென்ஷனாக பேசுவாங்க ஃபோன் அட்டன் பண்ணும் போது. ஹலோ, ஐயோ ஹலோ, ஐயோ அப்படியா, ஆமா நம்ம அவ்வளோதான், மொட்டை மாலை கீழே வந்துடுவாங்க. இன்னும் சில பேர்லாம் ரொம்ப சாஃப்டாக பேசுவாங்க சில பொண்ணுங்களாம். இந்த மாதிரி இருக்கும். ஒரு பாட்டி ஒருத்தவங்க ஊர்ல இருந்து வந்தாங்க, வில்லேஜ்ல. அந்த பாட்டிக்கு போனை பத்தி தெரியாது. அந்த பாட்டி எப்படி போனை பேசுறாங்க பாருங்க, அட்டன் பண்றாங்க பாருங்க. போன் இங்க இருக்கு, எல்லாரும் வெளியே போயிட்டாங்க. அந்த பாட்டி எப்படி அட்டன் பண்றாங்க பாருங்க. வீட்ல யாரும் இல்ல, எல்லாரும் வெளியே போயிருக்காங்க. அதான்
சொல்றல வீட்ல யாரும் இல்ல அடி சர்பால் அமைதியாரு போனை போட்டு ஓடிக்கிறாங்க. எப்படிலாம் இருக்கு பாருங்க. அங்க ஒரு குரூப் ஃபார்ம் ஆயிட்டானுங்க. சரியான குரூப். அது இலுமினாட்டி குரூப். அது இலுமினாட்டி கரெக்டா சொன்னாங்க. ஏன்னா வந்த உடனே ஒரு சின்ன பையன் கிண்டல் பண்ண, அந்த பையன் இங்க மாட்டி தம்பி தூருக்கா வேணா மேல வேணா மேல வா അംച്ചു ഇതിൻ്റെ മിഡിൽ കോപ്പിറൈറ്റ് വരുന്നതായിട്ട് മ്യൂസിക്കുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. அது வந்த உடனே டிஸ்கவர் சேனல். தம்பி உன் பேர் என்னடா? விவிதரன். அதே விவி பாபா. விவிதரன். வில்வ என்ன சொல்றப்பா? விவிதரன். ஓகே வில்விதரன். என்ன பண்ற? என்ன பண்ற? படிக்கிறேன். அப்ப நானா மாடா மேய்க்கிறேன்? நானும் தானே படிக்கிறேன். எத்தனாவது படிக்கிறேன்? யூகேஜி. யூகேஜி. எத்தனை வருஷமா படிக்கிற? 7 வருஷமா. எத்தனை வருஷமா படிக்கிற? 2 வருஷமா படிக்கிறானா? யூகேஜி. தம்பி கரெக்ட். ரொம்ப சிறந்த ரஜினி. தளபதி விஜய். அல்டிமேட் ஸ்டார் தல அஜித். சூப்பர் 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 சூப்பர். இந்தியாவோட குடியரசுத் தலைவர் யாரு? இந்தியாவோட குடியரசுத் தலைவர் விஜயகாந்த். பட் இதனால இந்தியாவோட குடியரசுத் தலைவர் யாருன்னு எனக்கே தெரியாது. இவன் கரெக்டா சொல்லிருக்கான். சூப்பர். வெரி குட் வெரி குட். பேர் என்னடா? விபுலன். நைஸ் நைஸ் நைஸ். ஓகே ஓகே கீழே போயிடுங்க. ஏன்னா இவங்கிட்ட கேட்ட விபரீதமான கொஸ்டின்லாம் வருது. இங்க விஜய் ஃபேன்ஸ்லாம் இருக்கீங்களா? தலை ஃபேன்ஸ்லாம்? ஓ அடா 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 அங்க டீம் இருக்காங்க பாத்தீங்களா? அந்த விடா முயற்சி இருக்கு பாருங்க. பாலையா சாரோட வெறித்தனமான ஃபேன்ஸ் இருப்பாங்க போல. அடா 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 அடா. ஆனா உலகத்திலேயே கையை எடுத்து கும்பிட்ட உடனே கண்ணை பார்த்து ஒரே ஒரு லுக் விட்டு ட்ரெயினே பேக்ல போச்சு. அது ஒரே ஆள் நம்ம பாலையா தான். அது மட்டும் இல்ல, தாலி கட்டும் போது தாலி கம்பியில மாட்டிக்கிச்சுன்னு இருக்காங்க. அந்த கம்பியை வளைச்சு அப்புறம் தாலி கட்டினவன் தலைவன் பாலையானா. பாலையானா சும்மாவா? பாலையா பேரை கேட்டாலே சும்மா அதிருது இல்ல. சரியான வெறித்தனமான பேன்ஸ் ஃபுல்லா இங்க தான் இருக்காங்கப்பா பாலையா சாருக்கு. அடா அடா தளபதி பேன்ஸ் டென்ஷனா வராங்கப்பா. கொஞ்சம் அமைதியா இருங்க. வணங்கண்ணா, நான் ஒரு தடவை முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டேங்கண்ணா. மரத்தை வெட்டுறதுக்கும் தேங்காய் வெட்டுறதுக்கும் தென்னை வெட்டுறதுக்கும் விறகு வெட்டுறதுக்கும் வெங்காயம் எடுத்த கைங்கண்ணா ஒரு தடவை முடிவு பண்ணிட்டேன். என் பேச்ச நானே கேட்க மாட்டேன்னா வட்டானா. ரொம்ப ஹெவியா இருக்காங்க. பட் இருந்தாலும் யாருமா தலையா? அண்ணா வணக்கங்க. அது பாலையா வாய்ஸ்லாம் வராது பாருங்க. அங்க ஒருத்தர் 2 பேர் சண்டை போடுறாங்க. நீங்க பாலையா வாய்ஸ் பேசிதான் போனன்றாங்க. என்ன வாய்ஸ்? ஒரு வாய்ஸ் பண்ற கண்டுபிடிக்கிறீங்களா? சிம்புவா? ஹலோ யாரோ பார்த்து என்னையா பேசிட்டு இருக்கலோ? நான் கண்ணாடி மாதிரில அப்படியே அவளை வயிற்றுக்குள்ள ரோஜா பூ மாதிரி வளர்த்து வச்சு சார் அப்படியே புடுங்கி தூக்கி போட்டு போயிட்டா சார். லவ் சார் லவ் சார் லவ். எங்க சார் இருக்க லூசு ஒட்டா? அதாவது ஒரு மாடு, ஒரு கவ். அந்த கவ் என்ன பண்ணும்? பால் கொடுக்கும். அந்த பாலை சில பேர் குடிப்பாங்க, சில பேர் எடுத்து கீழே ஊத்துவாங்க சார். ஆனா பால் குடுக்கிறது கவ். தட்டா யாரு? யாரு? விஜயகாந்த் சாரா? பவன் கல்யாண். சூப்பர் சூப்பர் சூப்பர். இல்ல இல்ல பவன் கல்யாண் வாய்ஸ்லாம் வந்து ரொம்ப கஷ்டம். பட் இருந்தாலும் உங்களுக்கு வேற ஒரு வாய்ஸ் பண்றேன். சூப்பர் ஸ்டார் வாய்ஸ் பண்ணிட்டா ரஜினி சார் வாய்ஸ். கேப்டன் எல்லாருக்கும் வணக்கம்டா. தமிழ் மண்ணுக்கும் தமிழ் பொண்ணுக்கும் மரியாதை கொடுப்பேன், வணக்கம் செலுத்துவேன். துளசி வாசம் மாறினாலும் இந்த தவசி வாக்கு மாற மாட்டேன்டா. புயல் அடிச்சு கூட பொழைச்சவன் இருக்கான். ஆனா இந்த பூபதி அடிச்சு பொழைச்சவன் யாரும் இல்ல. வரட்டுமா? அத்தா சொல்லி வை. நன்றி நன்றி நன்றி. ஓகே வேற என்ன? சரி நான் இங்க கேட்குறேன். ஃபர்ஸ்ட் பசங்கிட்ட கேட்குறேன். முதலுக்கு முக்கியமான கொஸ்டின். இப்போ இருக்கிற
உங்க ஒய்ஃப் தான் 7 ஜென்மத்துக்கும் மனைவியா வர நினைக்கிற ஆண்கள்லாம் கை தூக்குங்க. தம்பி நான் சொன்னது அங்க ஒரு அக்கா சொல்றாங்க, ஐயோ இந்த ஜென்மத்திலேயே அவனை சமாளிக்க முடியல, 7 ஜென்மம் வேற. அந்த சைடுல பெண்கள் அதிகமா கை தூக்கி இருக்காங்க. அவங்க ஒரு கை தட்டுங்க பெண்களுக்காக. ஏக்கா நீ தூக்கலக்கா, உங்களுக்கு பிரச்சனை, அவங்களாம் தூக்குறாங்க. எனக்கு தெரியுது உங்க வீட்டுக்கார ஹவுஸ் ஹஸ்பண்ட், எனக்கு தெரியும். ஹவுஸ் ஹஸ்பண்ட்னா கொஞ்சம் கஷ்டமா தான் இருக்கும், ஏன்னா எல்லா வேலையும் செய்யணும்ல. பட் இருந்தாலும் பெண்கள் ஏன் நம்ம அதிகமா கை தூக்குனாங்க? ஏன் தெரியுமா? அவனை விட்டா வேற இழிச்ச வேலை கிடைக்கும். எல்லா வேலையும் செய்வான், பாத்திரம் கழுவான், சில நேரத்தில் பாத்ரூம் கழுவுறா, செய்ய மாட்டாராக்கா உங்க வீட்டுக்காரு? அடாடா ஐயோ, என் பொண்டாட்டிலாம் அப்படி கிடையாதுங்க. நான் வீட்டுக்கு எவ்வளோ லேட்டா போனாலும் சாப்பிடாம வெயிட் பண்ணுவான். சத்தியமா என் பொண்டாட்டி எனக்காக சாப்பிடாம வெயிட் பண்ணுவா. நைட்டு மணி 1 சரி. ஏன் தெரியுமா? ஏன்னா நான் தான் போய் சமைக்கணும். வெயிட் பண்ணுவா, நான் போய் சமைச்சு சாப்பிடுவா. ஏய் யாரா இவன், அதுக்குள்ள கண்டுபிடிச்சிட்டானே. இன்னும் 6 சாம்பார். உங்க வீட்டுக்காரனா சாம்பார்ல குளிக்கிறாரு? குளிக்கவே முடியாது, கூவாரா? சாப்பிடவே முடியாது, 6 என்ன 6? சி உங்க கூட சேர்ந்து குளிக்கவே முடியாது, 6 என்ன 6? 66. அங்க பாரு ஒருத்தன் கோலாரா. நாரு நீ அங்கே உட்காரு. 3 ஆறா? மதாரா? அடையாரா? 66. அடா அடா பாப்பா சொல்லிச்சு, ஒரு கைத்தட்டல கொடுங்க. நம்ம சிறுசேரி பக்கத்துல 1 கிரவுண்ட் இடங்க. காலையில 8 மணிக்கு வந்து ஆட்டோல சுத்தி காமிச்சிட்டு அனுப்பிடும், பார்த்துட்டு போயிடணும். ஓகே, அடுத்த கொஸ்டின். மரமே இல்லாத காடு என்ன காடு? சுடுகாடா? ஆமா, சுடுகாடு, முட்டுக்காடு, சிம்காடா? யோ அது நானே சொல்லிட்டேன், அது கிடையாது ஆன்சரு. மரமே இல்லாத காடு என்ன காடு? ஆதார் கார்டு. இப்ப சொல்றேன் நான் கடைசி ஒரு சாப்பிடவே முடியாத கனி என்ன கனி? சமுத்திர கனியா? അപ്പോൾ അടിപൊളി പെർഫോമൻസ് ആണ്, ഫുൾ ഓഫ് കോമഡി ആട്ടോ. தங்கத்துறையின் தக்லைஃப் ஜோக்கு புக்கை வாங்கி படிச்சியா புல்லா? 2 புக்கு ரிலீஸ் பண்ணிருக்கேன். தற்கொலை ஜோக்கு பார்ட் 1, பார்ட் 2 தக்லைஃப் ஜோக்கு. கிடைக்கும். அமேசான்ல இருக்கியா? பிளிப்கார்ட்ல இருக்கு, அமேசான்ல இருக்கு. ஆன்லைன்ல இருக்கியா இல்லையா? நீ பென் லைன்லயே இருப்ப, அப்புறம் எப்படி கிடைக்கும் உனக்கு? அவுட் ஆஃப் ஸ்டாக்கா? என்னையா சொல்ற? ஒருவேளை போகிக்கு வாங்கி அடிச்சானுங்களா? அவுட் ஆஃப் ஸ்டாக்ன்றானுங்களே, அந்த அளவுக்கு போய்கிட்டு இருக்கு. இருக்கியா? வாங்கி படிக்கியா? புக் இருக்கியா? ஆன்லைன்ல இருக்கு, பிளிப்கார்ட்ல. ரொம்ப சரியான ஆன்சர் இருக்கு, நல்ல ஆன்சர், புது ஆன்சர். அடுத்ததாக கேட்குற பாருங்க, வித்தியாசமான கொஸ்டின். இது உங்களால் ஒன்றும் பண்ண முடியாது. எல்லா கார்லையும் டிராவல் பண்ணலாம், ஆனா ஒரு கார்ல டிராவலே பண்ண முடியாது. என்ன காரு? பீகாரா? பீகார்ல இருந்து எல்லாம் டிராவல் பண்ணி இங்க வந்துட்டு இருக்காங்க, தெரியாதா உனக்கு? டிராவலே பண்ண முடியாது காரு? வீட்டுக்காரு. உங்க வீட்டுக்காரோட நீங்க டிராவல் பண்ண மாட்டீங்க. ஏம்மா என்னம்மா ஒரு மனசாட்சி இல்லையாம்மா? புரியுதுக்கா, புரியுதுக்கா. இருந்தாலும் உங்க வீட்டுக்கார கொஞ்சம் காட்டுக்கா, பார்க்கணுக்கா அந்த மனுஷனை. அந்த அன்பான ஆள் எங்கேயா இருக்காரு? ஒருவர் ஆந்திவில இருக்காரா? சரி, ஆனா அது கிடையாது ஆன்சர். டிராவலே பண்ண முடியாத கார் என்ன காரு? ஆஸ்காரா? ஏம்மா சேர் போட்டு உக்காரு. ஓ, டிராவலே பண்ண முடியாத கார் என்ன காரியா? சர்க்காரா? உக்காரு. உட்காண்ட தெரிய மாட்டேயா? நீ என்ன உட்காருன்றாங்க? டிராவலே பண்ண முடியாத காரு கங்காரு. எவ்வளவு வெறுப்பா இருக்கா அந்த அக்கா வீட்டுக்காரனாங்க. அப்ப எனக்கு எப்படி இருக்கும்? ஒரு வீட்டுக்காரனா அவ்வளவு ஒஸ்டான வச்சிட்டீங்க. எங்க பாருங்க அக்கா, இன்னொரு தடவை வீட்டுக்கார பத்தி பேசாங்க. ஒரு வீட்டுக்காரருக்கு எவ்வளவு கஷ்டம் தெரியுமா? ஒரு பொண்டாட்டிக்கு மச்சன்சிக்கா. இங்க பாரு, தேவலாம் பேசிட்டு இருக்காருங்க. பட் இருந்தாலும் இந்த மாதிரி விஷயங்கள்ல தான் நம்ம ஒரு காமெடி பண்ணி ஆகணும். ஒரு சின்ன சவுண்ட் எஃபெக்ட் பண்ணலான்னு. எல்லாமே ட்ரெயின்ல போலாமா? ட்ரெயின்ல போக போறோம். ட்ரெயினோட சவுண்ட் எஃபெக்ட் தான் பண்ண போறேன். ஆனா ஸ்பீக்கர் பக்கத்துல நிக்காதீங்க, கொஞ்சம் தள்ளி வந்துருங்க, ஏன்னா அவங்களுக்கு கேட்காது ஆடியன்ஸுக்கு. ஆனா கொஞ்சம் ஆனா இந்த ஃபீட்பேக் கொஞ்சம் வைங்க சவுண்டு. ஐயோ லேடிஸ் சாரி மேம்மா. ஏம்மா என்னம்மா நீ கண்ணாடி போடுமா ஃபர்ஸ்ட்? எங்க 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 தம்பி கொஞ்சம் சவுண்ட் வைப்பா, டிலே வைப்பாங்க. ஓகே ஓகே ஓகே, கொஞ்சம் ஸ்டேஜுக்கு வைங்க. ஓகே, என்னன்னா நம்ம சென்னை சென்ட்ரல்ல இருந்து சிறுசேரிக்கு வந்து ஒரு ட்ரெயின் வரும்போது அந்த ட்ரெயினோட சவுண்ட் எஃபெக்ட் தான் பண்ண போறேன். ஓகே, ட்ரெயின்ல போலாமா? ஆனா கொஞ்சம் டிலே வச்சுக்கிறேன் புள்ளவ. சென்னை சென்ட்ரலில் இருந்து
சிறுசேரி வரை செல்லும் சூப்பர் ஃபாஸ்ட் எக்ஸ்பிரஸ் இன்னும் சில நொடிகளில் புறப்பட இருக்கிறது. யாத்திரிகா பஜலிவாலா வாழக்கா பஜ்ஜி மொளக்கா பஜ்ஜி அக்லி வாடி துக்குலி காடி ஓரமா போடி. இடியாப்பம் 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 இடியாப்பம். சுக்காபி சுக்காபி. முதல்ல நீ சுக்காபி குடி. சம்சே சம்சே சம்சே. இதே இந்த பக்கம் ஈரோடு பக்கம் தெரியுமா? சமோசா சமோசா சமோசா. இஞ்சி மர்ராப்பா இஞ்சி மர்ராப்பா இஞ்சி மர்ராப்பா. தயவு செய்து மூஞ்ச மறைப்பா. இந்த ட்ரெயின் எங்க நிக்குது? எங்க எங்கம்மா எங்கம்மா? தண்டவாளத்துல நிக்குது. இல்லம்மா, நீ அந்த புக்க போடுவீங்களே ஹாஸ்டல்ல தெரியும். அந்த சாங் வர மும்தாஜ் வந்து ட்ரெயினை ஓட்டினாங்கன்னா அதோட சவுண்ட் எப்படி பாருங்க. ட்ரெயின் ஆக்சிடென்ட் ஆயிடுச்சு. லாஸ்ட் ஒரு ட்ரெயின் ஒரு பேண்ட் வாசிக்கிற டீம் வந்து ட்ரெயின் நிறுத்திட்டாங்க. அந்த பேண்ட் வாசிக்கிற டீமோட சவுண்ட் ட்ரெயினோட சவுண்ட் ரெண்டுத்தையும் ஒண்ணா பண்ண போறேன். சோ நீங்க கூட சேர்ந்து காசு பண்ண ரெடியா? போலாமா? அது ரிதமோட பண்ணுங்க. நன்றி 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 நன்றி. ஓகே, மீண்டும் ஒரு முறை தங்கத்துறை அண்ணாக்காக ஒரு சூப்பரான கைதட்டல். நன்றி நன்றி ரொம்ப நன்றிண்ணா. எப்படி இருந்தாங்க மக்கள்? சூப்பர் சூப்பர், வேற லெவல்ல ஒரு ஜாலியா என்ஜாய் பண்ணாங்க. Thank you so much. Thank you. Love you love you love you so much. தீபிகா படுகோன் மாதிரி இருக்கீங்க. எவ்வளவு ஜிபே ஆனிச்சுன்னு எனக்கு தெரியல. நானும் வர்க் பண்ணிருக்கோம் சேனல்ல. அத மறந்துட்டு பேசிட்டு இருக்காரு அவரு. தீபிகா படுகோன்னா அண்ணன்ட்டியா ஒண்ணே? இல்ல, வீட்ல மனைவி. இப்படி பார்த்தா கோவை சரலா மாதிரி இருக்கீங்க. இருந்தாலும் பாட்டு கொஞ்சம் அழகா இருக்கீங்க. சூப்பர் നൈസ്. അപ്പോൾ ഫിലിം ആക്ടറും കുക്ക് വിത്ത് കോമാളിയിലെ കോമാളിയായ തങ്കതുറേൻ്റെ അടിപൊളി നല്ല എൻ്റർടൈൻമിംഗ് ആയിട്ടുള്ള കോമഡി പെർഫോമൻസിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ലതുപോലെ ടയർഡായിട്ടുണ്ടായിരുന്നു. കുറേ നടന്നു, കുറേ എൻജോയ് ചെയ്തു, കുറേ മസ്തി ചെയ്തു. നല്ലൊരു വൈബിങ് തന്നെയായിരുന്നു കേട്ടോ മൊത്തത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ എന്താ പറയുക ഫാമിലി ഡേൻ്റെ ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്പിങ്സ് എല്ലാം കൂടി കൂട്ടി വെച്ച ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് റിട്ടേൺ പോവുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു എന്ന്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.